മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. 2026 പൂയം നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് പറയാൻ പോകുന്നത്. 8 നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടി പോലെ ആകാശത്ത് കാണപ്പെടുന്നതിന് പൂയം എന്ന് പറയുന്നു. വ്യാഴമാണ് ഇതിൻ്റെ ദേവത. ഇതിൻ്റെ ചിഹ്നം പശുവിൻ്റെ അകിടാണ്. മൃഗം ആട്, വൃക്ഷം അരയാൽ, ദേവഗണമാണ്, പുരുഷയോനിയാണ്, പക്ഷി ചകോരം, ഭൂതം ജലം, ദേവത ബൃഹസ്പതി. ഗുരുഭക്തിയും മതനിഷ്ഠയും ഉള്ളവരാണ് ഈ നക്ഷത്രജാതർ. വസ്തുതകൾക്ക് നിരക്കാത്ത ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണ്. തനിക്ക് കഴിവുകൾ ഉണ്ട്, ആവശ്യത്തിന് കഴിവുകളുണ്ട്, പക്ഷേ ഉള്ളതിൽ കൂടുതൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നവരാണ്. ഉള്ളതിൽ കൂടുതൽ ഉണ്ട് എന്ന ആത്മവിശ്വാസത്തിൽ പ്രവർത്തനം നടത്തുന്നവരാണ്. അതിൻ്റേതായ തൻ്റെ ഇടം പുറത്തേക്ക് കാണിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. തൻ്റെ കഴിവിനനുസരിച്ച് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ഫലവും കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും എനിക്കിതിൽ കൂടുതൽ കഴിയും, എന്നെ ആളുകൾ ഇതിൽ കൂടുതൽ അംഗീകരിക്കണം, ഇവരെന്തുകൊണ്ട് എന്നെ അംഗീകരിക്കുന്നില്ല എന്നെല്ലാം കുറേ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് പൊതുവെ പൂയം നക്ഷത്രജാതർ. പൂയം നക്ഷത്രജാതരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര പ്രതിസന്ധി ഉണ്ടായാലും അത് മറികടക്കാനുള്ളത് അവർ സ്വന്തമായി തന്നെ കണ്ടുപിടിക്കും. സൗന്ദര്യവും സമ്പന്നതയും സന്താനലബ്ധിയും ഈ നാളുകാർക്ക് ഉണ്ടായിരിക്കും. നല്ല രീതിയിലുള്ള സാമ്പത്തികം തന്നെ കയ്യിലുണ്ടായിരിക്കും. പൂയം നക്ഷത്രജാതർക്ക് 2026 വിഷുവർഷം പൊതുവെ ഗുണകരമായ കാലാവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത്. പല കാര്യങ്ങളും നടക്കുന്നത് മന്ദഗതിയിലാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതാണ്. എന്നിരുന്നാലും പൂർണ്ണമായി സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും എല്ലാ രീതിയിലും സൗഭാഗ്യവും സമ്പന്നതയും അനുഭവിക്കുന്ന ഒരു വിഷുവർഷമാണ് വരാനിരിക്കുന്നത്. പൂയം നക്ഷത്രജാതർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് 2026 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിനും ഉന്നത വിജയം ലഭിക്കുന്നതിനും ഉപരിപഠനത്തിനും വളരെയധികം അനുകൂലമായ സമയമാണ്. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ കടക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പ്രണയജീവിതം കൂടുതൽ ഊഷ്മളമാവുന്നതാണ്. അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പുതിയ ഭവനം വാങ്ങുന്നതിനും വീട് പൊളിച്ച് പണിയുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ ധനാഗമ മാർഗങ്ങൾ തേടിയെത്തുന്നതാണ്. വളരെ വലിയ സൗഹൃദ വലയം ഏത് തകർച്ചയിലും രക്ഷയ്ക്കായി എത്തുന്നതാണ്. എങ്കിലും സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ നിന്ന് അവയ്ക്കെല്ലാം ഒരു അകലം പാലിച്ചു നിർത്താൻ ഇക്കൂട്ടർ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും വന്യരായി കാണുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരം അണുവിട വിടാതെ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 1000 ബീജാണുക്കളിലൂടെ പ്രയാണം നടത്തി നമ്മൾ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർ അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടേണ്ടതാണ്. കൃത്യസമയത്ത് ഔഷധ സേവ നടത്തുന്നത് വഴി ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. പൂയം നക്ഷത്രജാതരുടെ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാവുന്നതിനായി നക്ഷത്രവൃക്ഷം നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമാണ്.
സ്വന്തം നക്ഷത്രത്തിൻ്റെ പക്ഷിമൃഗാദികളെ വളർത്തുന്നതും ഉത്തമമാണ്. വലിയ വൃക്ഷങ്ങളാണ് എങ്കിൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങളാണ് എങ്കിൽ നമ്മുടെ നക്ഷത്ര പക്ഷിമൃഗാദികളെ ഒന്നും നമുക്ക് വളർത്താൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം നക്ഷത്രത്തിൻ്റെ വൃക്ഷം നശിപ്പിക്കാതിരിക്കാനും പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ സംയമനം കൊണ്ട് നീങ്ങിപ്പോകുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും പ്രശ്നപരിഹാരത്തിന് ഉത്തമമാണ്. പൂയം നക്ഷത്രജാതരുടെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജന്മസമയവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ഇവയിൽ മാറ്റമുണ്ടാകാവുന്നതാണ്. മാസത്തിലൊരിക്കലെങ്കിലും കുടുംബക്ഷേത്ര ദർശനം ശീലമാക്കേണ്ടതാണ്. ഇതര മതസ്ഥർ സ്വന്തം ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.